പ്രപഞ്ചത്തിൽ പലപ്പോഴും അങ്ങനെ സംഭവിക്കാറുണ്ട്. അതായത് നമ്മൾ പല പ്രശ്നങ്ങളിലും ആപത്തിലും അകപ്പെടുന്നു. പിന്നെ ആ ആളുകൾ, നമ്മുടെ അടുത്തുള്ളവർ, നമുക്ക് സ്വന്തമായിട്ടുള്ളവർ, അവരെല്ലാവരും നമ്മെ ഉപേക്ഷിച്ചു പോകുന്നു, അല്ലേ? നമ്മൾ ആ സമയത്ത് വളരെ ദുഃഖിതരായി തീരുന്നു. എന്നാൽ സ്വയം പരിശ്രമിച്ച ആ പ്രശ്നത്തിൽ നിന്നും പുറത്തു വരുന്നു. പരിസ്ഥിതി എന്തു തന്നെ ആയാലും ആ സമയത്ത് നിങ്ങളെ ഉപേക്ഷിച്ചു പോയ ആ വ്യക്തികളോട്, അവരോട് ക്രോധിതരാവുക, വൈരാഗ്യം തോന്നുക, അതൊക്കെ അനുചിതമാണ്. ഞാൻ പറയുന്നു അവരോട് ശാന്തമായി പെരുമാറാൻ, അവരോട് നന്ദി പറയുവാനാണ് ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് അവരെ ജീവിതയാത്രയിൽ വളരെ അധികം ആവശ്യമുണ്ടായിരുന്ന സമയത്താണ് അവർ നിങ്ങളെ ഉപേക്ഷിച്ചു പോയത്. കാരണം ഒന്നുകിൽ അവർക്ക് വിശ്വാസമുണ്ടായിരിക്കണം നിങ്ങൾ സ്വയം ഈ ആപത്തിൽ നിന്നും രക്ഷപ്പെട്ട് പുറത്തു വരുമെന്ന്, അല്ലെങ്കിൽ അവർ ഉപേക്ഷിച്ചു എന്ന കാരണം കൊണ്ട് നിങ്ങൾ നിങ്ങളുടെ സ്വന്തം ശക്തി വർദ്ധിപ്പിച്ച് സ്വയം തന്നെ പ്രോത്സാഹിപ്പിച്ച് സ്വയം ആ തീയിൽ നിന്നും പുറത്തു വരാൻ ശ്രമിക്കുന്നതാണ്. അങ്ങനെ ആ ചീത്ത സമയത്തെ നിങ്ങൾ നിങ്ങളുടെ നല്ല സമയമാക്കി മാറ്റുന്നു. ഫലത്തിൽ നിങ്ങൾ കൂടുതൽ ശക്തിശാലിയായി തീരുന്നു, അല്ലേ? കൂടുതൽ ശ്രേഷ്ഠരായി മാറുന്നതാണ്. അത് തന്നെയാണ് നിങ്ങളുടെ വിജയവും. അതിന്റെ കാരണം മറ്റുള്ളവർ ഉപേക്ഷിച്ചു പോയതും. അതുകൊണ്ട് അവർക്ക് നന്ദി പറഞ്ഞാലും എന്നിട്ട് എന്നോടൊപ്പം വന്ന് സ്നേഹത്തോടെ പറയുക, രാധേ രാധേ.